അപ്പൊ ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഇൻ ഓൾ പ്രോഗ്രാമിംഗ്. നമ്മുടെ പ്രോഗ്രാമിംഗിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഫങ്ഷൻ റണ്ണ് ചെയ്യുള്ളൂ. നമ്മൾ കോൾ എന്ന് പറഞ്ഞ ഫങ്ഷനെ കോൾ ചെയ്യണേന് ഇൻവോക്ക് എന്നും പറയും. ഫങ്ഷനെ കോൾ ചെയ്യാന്ന് വെച്ചാൽ ഇൻവോക്ക്ഡ് എന്നും പറയും. അപ്പൊ അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് റണ്ണ് ചെയ്യുള്ളൂ. നമ്മുടെ ഫങ്ഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡിനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും പിന്നെ റിപ്പീറ്റേഷൻ നമ്മൾ സെയിം കോഡ് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുക. റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാനും പിന്നെ നമ്മുടെ പ്രോഗ്രാം നമുക്ക് ഈസിയർ ആയിട്ട് റീഡ് ചെയ്യാനും പറ്റുന്നതാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻ ഡെഫിനിഷൻ എന്താന്ന് പഠിക്കുക. ബേസിക് സിന്റാക്സ്. ഫങ്ഷൻ കീവേഡ് ഉണ്ട്, ഫങ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ്, കോഡ് ടു ബി ഇൻസൈഡ് ദ കേർലി ബ്രേസസിന്റെ ഉള്ളിൽ കോഡ് ടു ബി എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡാണ് നമ്മൾ ഇതിനകത്ത് എഴുതുന്നത്. പിന്നെ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ അത് ഓപ്ഷണൽ ആണ് എന്ന് പറഞ്ഞ് എഴുതുന്നു. അപ്പൊ അതാണ് സിന്റാക്സ് എന്ന് പറയുന്നത്. the important function name, the name you give to the function. നമ്മുടെ ഫംഗ്ഷന് കൊടുക്കുന്ന പേരാണ് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രീറ്റ്, ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് രണ്ട് നെയിം ഫംഗ്ഷന് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷന് കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രീറ്റ്, ആഡ് നമ്പേഴ്സ് ഒക്കെ ഫംഗ്ഷൻ നെയിമിന്റെ ഒരു ഇതാണ്, എക്സാമ്പിൾ ആണ്. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് വാല്യൂസ് ദാറ്റ് എ ഫംഗ്ഷൻ ആസ് ഇൻപുട്ട് ആയിട്ട് ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂസിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്ലേസ് ഹോൾഡേഴ്സ് എന്നും പറയും. എക്സാമ്പിൾ എ ബി ഇൻ ഫംഗ്ഷൻ ആഡ് എ ബി, അതായത് ഫംഗ്ഷൻ ആഡ് എ കോമ ബിനകത്ത് എയും ബിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് ഹോൾഡർ ആണ്. അത് എന്നാന്ന് വെച്ചാൽ വാല്യൂസിനെ ഇൻപുട്ട് ആയിട്ട് വാല്യൂസിനെ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ അത് പാരാമീറ്റേഴ്സ് ആണ് എന്ന് നമ്മൾ പറയുന്നു. ആർഗ്യുമെന്റ്സ്. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ ആഡ് എ കോമ ബി എന്ന് പറയുന്നത്. എന്താണ്? വാല്യൂസിനെ എക്സ്പെക്ട് ചെയ്യുന്നു, അത് പ്ലേസ് ഹോൾഡർ പോലെയാണ്. അപ്പൊ ഇത് പാരാമീറ്റേഴ്സ് ആണ്. എ കോമ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് ആണ്. പിന്നെ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന ആക്ച്വൽ വാല്യൂസ് ആണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ആക്ച്വൽ വാല്യൂസ് ആണ് നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന ആക്ച്വൽ വാല്യൂസ് ആണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. 5,3 ഹിയർ 5ഉം 3ഉം എന്ന് പറയുന്നത് ആർഗ്യുമെന്റ്സ് ആണ്. 5ഉം 3ഉം എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ്സ് ആണ്. അതായത് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസ് ആണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ആഡ് 5,3 എന്ന് ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യാണ്. അതിനകത്ത് രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് 5ഉം 3ഉം. ഇതാണ് ആക്ച്വൽ വാല്യൂസ്, നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന ആക്ച്വൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. ഫംഗ്ഷൻ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ റിട്ടേൺ ഫംഗ്ഷന് കൊടുത്തില്ലെങ്കിൽ എന്താണ് ഫംഗ്ഷൻ എന്നാന്ന് വെച്ചാൽ ഡിഫോൾട്ട് ആയിട്ട് അൺഡിഫൈൻഡ് എന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നത് കൊടുത്തില്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ കോളിനെ നമ്മൾ ഇൻവോക്കേഷൻ എന്നും പറയും. അപ്പൊ റണ്ണിങ് ദ ഫംഗ്ഷൻ, നമ്മൾ എങ്ങനെയാണ് ഫംഗ്ഷനെ റൺ ചെയ്യുന്നത്? ബൈ യൂസിങ് ഇറ്റ്സ് നെയിം. ഫംഗ്ഷന്റെ നെയിം വിത്ത് പാരന്തസിസ്, നെയിമും പാരന്തസിസും വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ റൺ ചെയ്യുന്നത്. എക്സാമ്പിൾ ഗ്രീറ്റ്, പാരന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുവാണ്. നെയിമും പാരന്തസിസും വെച്ചിട്ടാണ് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്.
നെയിമും പാരന്തസിസും വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ റൺ ചെയ്യുന്നത്. എക്സാമ്പിൾ ഗ്രീറ്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് കുറേ പല ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ റെഗുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ നെയിംഡ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും. ആദ്യത്തെ ടൈപ്പാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ റെഗുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ നെയിംഡ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡിഫൈൻഡ് വിത്ത് ഫംഗ്ഷൻ കീവേഡ്. ഫംഗ്ഷൻ കീവേഡ് ഉണ്ടാവും, പിന്നെ ഒരു നെയിം ഉണ്ടാവും, എനിവർ ഇൻ ദ കോഡ്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്നും പറയും, റെഗുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ നെയിംഡ് ഫംഗ്ഷൻ എന്ന് പറയും. അതിനകത്ത് ഫംഗ്ഷൻ കീവേഡ് ഉണ്ടാവും, പിന്നെ അതിനകത്ത് ഒരു ഫംഗ്ഷൻ നെയിം ഉണ്ടാവും ആൻഡ് ക്യാൻ ബി കോൾഡ് എനിവർ ഇൻ ദ കോഡ്. നമ്മുടെ കോഡിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ കോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണതിന് മുമ്പും അല്ലെങ്കിൽ അത് കഴിഞ്ഞോ നമുക്ക് ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. കാരണം അത് ഹോയിസ്റ്റഡ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാ ഡിഫൈൻ ചെയ്യുക? ഫംഗ്ഷന്റെ കീവേഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ഫംഗ്ഷൻ നെയിം വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. നമുക്ക് കോഡിന്റെ എവിടെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യണതിന് മുന്നേയും അത് കഴിഞ്ഞ് നമുക്ക് അതിനെ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഇത് കോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഹലോ വേൾഡ് എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷനോ റെഗുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ നെയിംഡ് ഫംഗ്ഷൻ എന്ന്. നമ്മൾ ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താണ്? രണ്ടാമത്തെ ടൈപ്പാണ്. അതായത് ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയും. അത് ഹോയിസ്റ്റഡ് അല്ല. കാരണം എന്താണ്, നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ഹോയിസ്റ്റഡ് അല്ല. അതാണ് ഫംഗ്ഷൻ എക്സ്പ്രഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഫംഗ്ഷൻ റൺ ചെയ്യുന്നു ഹലോ ഫ്രം ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് എന്താണ് പ്രിന്റ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു. അതാണ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ. ഈ നെയിംഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താന്ന് നോക്കാം. ഫംഗ്ഷൻ എക്സ്പ്രഷൻ ദാറ്റ് ഹാസ് എ നെയിം. അതായത് നെയിം ഉള്ള ഫംഗ്ഷൻ എക്സ്പ്രഷന് നമ്മൾ നെയിംഡ് ഫംഗ്ഷൻ എക്സ്പ്രഷന് നെയിം ഉള്ള ഫംഗ്ഷൻ എക്സ്പ്രഷന്, അതായത് ഫംഗ്ഷന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ വേരിയബിളിനകത്ത് നമ്മൾ ഫംഗ്ഷനെ സ്റ്റോർ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്ന ഫംഗ്ഷന് പേരുണ്ടെങ്കിൽ, നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നമ്മൾ നെയിംഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയും. എ ഫംഗ്ഷൻ എക്സ്പ്രഷൻ ദാറ്റ് ഹാസ് എ നെയിം യൂസ്ഫുൾ ഫോർ ഡീബഗിങ് അല്ലെങ്കിൽ റിക്കേഷന്റെ സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ കോൺസ്റ്റ് ഗ്രീറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഫംഗ്ഷൻ സേ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് റിട്ടേൺ ചെയ്യുന്നത് ഹലോ എന്നാണ്. കൺസോൾ ഡോട്ട് ലോഗ് ഗ്രീറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്ക് അറിയാം ഗ്രീറ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണെന്ന് നമുക്കറിയാം. നമ്മൾ അതിനെ എങ്ങനെയാണ് ഫംഗ്ഷനെ പോലെ നമ്മൾ കോൾ ചെയ്തത് നമുക്കറിയാം. വേരിയബിൾ എന്ന് പറയുന്ന ഗ്രീറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ എന്താണ്? ഫംഗ്ഷൻ ഒബ്ജക്റ്റ്. ഇതൊരു ഫംഗ്ഷൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് അല്ലാത്ത എല്ലാം ഫംഗ്ഷൻ ആണ്. അപ്പൊ ഫംഗ്ഷൻ ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യുന്ന ഗ്രീറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഫംഗ്ഷൻ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വേരിയബിളിനെ യു ആർ നോട്ട് കോളിംഗ് ദ വേരിയബിൾ, നമ്മൾ വേരിയബിളിനെ അല്ല കോൾ ചെയ്യുന്നത്, യു ആർ കോളിംഗ് ദ ഫംഗ്ഷൻ സ്റ്റോർഡ് ഇൻസൈഡ് ദ വേരിയബിൾ. നമ്മൾ വേരിയബിളിനെ അല്ല കോൾ ചെയ്യുന്നത്, നമ്മൾ വേരിയബിളിനകത്ത് ഹോൾഡ് ചെയ്തേക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്താണ് കോൾ ചെയ്യുന്നത്. മനസ്സിലായോ? വേരിയബിളിനകത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. അത് കാരണം ഇത് ഫംഗ്ഷൻ കോളിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് വർക്ക്സ് ലൈക്ക് എ ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ പോലെ തന്നെ വർക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ തന്നെയല്ല നമ്മൾ കോൾ ചെയ്യുന്നത്, നമ്മൾ ഗ്രീറ്റിനകത്ത് സ്റ്റോർ ചെയ്തിരുന്ന ഫംഗ്ഷനെയാണ് ശരിക്കും നമ്മൾ കോൾ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ടെക്നിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ s ഈസ്ക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തു. y ഈസ്ക്വൽ ടു s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y now refers to 10. y എന്ന് പറയുന്നത് 10നെയാണ് റെഫർ ചെയ്യണേ എന്നാണ് അർത്ഥം. കോൺസ്റ്റ് f ഈസ്ക്വൽ ടു ഫംഗ്ഷൻ റിട്ടേൺ ഹായ് എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ g ഈസ്ക്വൽ ടു f.
ജി നൗ റെഫേഴ്സ് ടു ദ ഫംഗ്ഷൻ. ജി എന്ന് പറയുന്നത് ഫംഗ്ഷനെയാണ് റെഫർ ചെയ്യുന്നത്. എഫ് ഈസ്ക്വൽ ടു ഫംഗ്ഷൻ റിട്ടേൺ ഹായ്. ജി ഈസ്ക്വൽ ടു എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി നൗ റെഫേഴ്സ് ടു ദ ഫംഗ്ഷൻ. ഫംഗ്ഷനെയാണ് അത് റെഫർ ചെയ്യുന്നത്. അപ്പൊ ജി നൗ റെഫേഴ്സ് ടു ദ ഫംഗ്ഷൻ. ഫംഗ്ഷനെയാണ് അത് റെഫർ ചെയ്യുന്നത്. നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഫംഗ്ഷൻ. അടുത്തത് നമ്മൾ എന്നാന്ന് വെച്ചാൽ ആരോ ഫംഗ്ഷനെയാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അപ്പൊ നേംഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ നോക്കി. ഇനി ആരോ ഫംഗ്ഷൻ, അതായത് ESSനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ടർ സിൻടാക്സ് ആണ് ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫംഗ്ഷൻസിനെ റൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഷോർട്ടർ വേ ആണ് ആരോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇതിനകത്ത് ആരോ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫംഗ്ഷൻ കീവേഡ് ഫംഗ്ഷന്റെ പേരൊന്നുമില്ല, ആരോ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഷോർട്ടർ വേ ടു റൈറ്റ് ഫംഗ്ഷൻ. അതിന് സ്വന്തമായിട്ട് ദിസ് ഇല്ല. ചില കേസിനകത്ത് ഇത് യൂസ്ഫുൾ ആണ്. പിന്നെ കോൺസ്റ്റ് ഗ്രീറ്റ് അതിന്റെ എക്സാമ്പിൾ ആണ്. വേരിയബിൾ ഉണ്ട് ഫംഗ്ഷൻ എക്സ്പ്രഷൻ പോലെ. ഒരു വേരിയബിൾ ഉണ്ട്, അതിനകത്ത് നമ്മൾ എന്താണ് ഒരു പാരന്തസിസ് കഴിഞ്ഞിട്ട് ആരോ കൊടുക്കുന്നു. ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു പാരന്തസിസ് ഉണ്ട്, ആരോ ഉണ്ട്, ഒരു പാരന്തസിസ് കഴിഞ്ഞിട്ട് ഒരു ആരോ ഉണ്ട്. ഇത്രയാണ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ. പിന്നെ ഒരു കൺസോൾ ഡോട്ട് ലോഗ് ഹലോ ഫ്രം ആരോ ഫംഗ്ഷൻ. അപ്പൊ ഞാൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ വേരിയബിൾ ഉപയോഗിച്ചിട്ട് വേരിയബിളിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഉള്ളിലത്തെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നു. ഹലോ ഫ്രം ആരോ ഫംഗ്ഷൻ എന്ന് വന്നിട്ട് പ്രിന്റ് ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്തത് നമ്മൾ നോക്കുന്നത് അനോണിമസ് ഫംഗ്ഷൻ ആണ്. അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെയിം ഇല്ലാത്ത ഫംഗ്ഷനെയാണ് നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെയിം കൊടുക്കാത്ത ഫംഗ്ഷനെ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയും. അത് വേറെ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലായിരിക്കും എന്താ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ അനോണിമസ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ കോൾ ബാക്സിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ വേറെ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലായിരിക്കും ഈ അനോണിമസ് ഫംഗ്ഷൻ ഉണ്ടാവുന്നത്. അത് ആർഗ്യുമെന്റ്സ്, വേറെ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ടും യൂസ് ചെയ്യും, അല്ലെങ്കിൽ വേരിയബിൾസിനകത്ത് സ്റ്റോർ ചെയ്യാനും പറ്റും. അതായത് നെയിം ഇല്ലാത്ത ഫംഗ്ഷനെ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയും. യൂഷ്വലി യൂസ്ഡ് ഇൻസൈഡ് അതർ ഫംഗ്ഷൻസ്. വേറെ ഫംഗ്ഷൻസിനകത്ത് നമ്മൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ബാക്സിനകത്ത് യൂസ് ചെയ്യും. യൂസ്ഡ് ആസ് ആർഗ്യുമെന്റ്സ് ഇൻ അതർ ഫംഗ്ഷൻ ഓർ സ്റ്റോർഡ് ഇൻ വേരിയബിൾസ്. വേരിയബിൾസിനകത്തായിരിക്കും ഈ ഫംഗ്ഷനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്ത് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? വേറെ ഫംഗ്ഷന്റെ ഉള്ളിലോ അല്ലെങ്കിൽ കോൾ ബാക്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നീ എന്നാന്ന് വെച്ചാൽ സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ഈസ് ആൻ അനോണിമസ് ഫംഗ്ഷൻ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡ് ഇൻ ഫംഗ്ഷൻ ദാറ്റ് റൺസ് കോഡ് ആഫ്റ്റർ എ ഡിലേ. അതായത് ഒരു ഡിലേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ബിൽഡ് ഇൻ ഫംഗ്ഷനെ ബിൽഡ് ഇൻ ഫംഗ്ഷൻ ആണ് ഇത്. സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡ് ഇൻ ഫംഗ്ഷൻ ആണ്. ഒരു ഡിലേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും കോഡിനെ റൺ ചെയ്യുന്നത്. അതാണ് സെറ്റ് ടൈം ഔട്ടിന്റെ പ്രത്യേകത. ഇനി അതിനകത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനോണിമസ് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ഇതിനകത്ത് പേര് കൊടുത്തിട്ടില്ല. പേര് കൊടുക്കാത്ത ഫംഗ്ഷനെ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയും. ഫംഗ്ഷൻ വിത്ത് നോ നെയിം, നെയിം ഇല്ലാത്ത ഫംഗ്ഷൻ. അതാണ് ഇത് അനോണിമസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. കൺസോളിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞ ഈ അനോണിമസ് ഫംഗ്ഷനകത്ത് ഉള്ളിൽ റൺ ചെയ്യുന്ന കോഡാണ് ഈ കൺസോൾ ഡോട്ട് ലോഗ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഒരു ആരോ, ഒരു കോമ എഴുതിയിട്ടുണ്ട്. അത് ഈ ഫംഗ്ഷനെയും പിന്നെ ഈ രണ്ട് ആർഗ്യുമെന്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കോമ ഇട്ടേക്കുന്നത്. പിന്നെ 1000 എന്ന് വന്നിട്ട് എഴുതിയിട്ടുണ്ട് ഈ കോമ കഴിഞ്ഞിട്ട്. 1000 ഒരു എത്ര ഡിലേ വേണമെന്ന് എഴുതിയേക്കുന്നതാണ്. പിന്നെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനോണിമസ് ഫംഗ്ഷൻ, രണ്ടും ആർഗ്യുമെന്റ് ആണ്. അപ്പൊ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഡിലേ ഇൻ മില്ലി സെക്കൻഡ്സ്, എത്ര ഡിലേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ കോഡ് റൺ ചെയ്യേണ്ടതെന്ന് കൊടുക്കാനായിട്ടാണ് മില്ലി സെക്കൻഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് 1000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ആണ് 1000 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത്. ഓപ്പൺ ബ്രാക്കറ്റ് എൻസ് ദ സെറ്റ് ടൈം ഔട്ട് കോള്. സെറ്റ് ടൈം ഔട്ട് കോളിനെ എൻഡ് ചെയ്യാനായിട്ടാണ് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്.
സെറ്റ് ടൈം ഔട്ട് കോളിനെ എന്താണ് എൻഡ് ചെയ്യുന്നു. അതാണ് ഇത് ക്ലോസ് ചെയ്യുന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ ആഫ്റ്റർ 1 സെക്കൻഡ് ഇതിന്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് റൺ ദിസ് അൺനെയിംഡ് ഫംഗ്ഷൻ ആൻഡ് പ്രിന്റ് എ മെസ്സേജ്. അതായത് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ നെയിം കൊടുക്കാത്ത ഫംഗ്ഷനെ റൺ ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ മെസ്സേജിനെ പ്രിന്റ് ചെയ്യുന്നു. അത്രയാണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലത്തെ ഇതാണ് ആദ്യത്തെ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് അതിനകത്ത് ആർഗ്യുമെന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് റൺസ് ഇമ്മീഡിയറ്റ്ലി. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ റൺ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് ഇമ്മീഡിയറ്റ്ലി റൺ ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയും. അതായത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ റൺ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റാപ്ഡ് ഇൻസൈഡ് ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് ദെൻ കോൾഡ് വിത്ത് ഇത്. അതായത് ഈ ഓപ്പൺ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ ഫംഗ്ഷനെ റാപ്പ് ചെയ്യുന്നത്. അതിനെ കോൾ ചെയ്യുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് വെച്ചിട്ടാണ്. അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ റൺ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് കോൾ ചെയ്യുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് വെച്ചിട്ടാണ്. അത് പാരന്തസിസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കോൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമുക്ക് അതിനെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ അതിനെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ റൺ ഓട്ടോമാറ്റിക്. നമ്മൾ കോഡ് ഫുള്ളായിട്ട് ഇങ്ങനെ റണ്ണ് ചെയ്യില്ലേ? അപ്പൊ കോഡ് ഫുള്ളായിട്ട് എപ്പോഴൊക്കെ റൺ ചെയ്യുന്നു അപ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കലി ഇത് റണ്ണ് ചെയ്യുന്ന ഇതാണ് ഈ ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴൊക്കെ കോഡ് റൺ ചെയ്യുന്നു അപ്പോഴൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി റണ്ണ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് റണ്ണ് ചെയ്യുന്നു. അതാണ് IIFE എന്ന് പറയുന്നത് JS-നകത്ത്. അതാണ് ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ്. യു ഡോണ്ട് ഈവൻ നീഡ് ടു ഗിവ് ഇറ്റ് എ നെയിം. നമ്മൾ ഇതിന് പേര് വരെയും കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷന് പേര് വരെയും കൊടുക്കുന്നുണ്ട. നമ്മൾ കോള് ചെയ്യുമ്പോൾ മാത്രമാണ് പേര് കൊടുക്കേണ്ടത് ഫംഗ്ഷന്. കോള് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പേര് കൊടുക്കണ്ട. അപ്പൊ IIFE-നകത്ത് അതായത് നമ്മൾ അതിനെ കോള് ചെയ്യണ്ട, അത് ഓട്ടോമാറ്റിക്കലി അത് കോള് ചെയ്യും. അതാണ് IIFE എന്ന് പറയുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ അടുത്തത് നമ്മൾ ജനറേറ്റർ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ജനറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആൻഡ് റിസ്യൂം പോസ് ഇറ്റ്സ് എക്സിക്യൂഷനെ പോസ് ചെയ്യുന്നു, പിന്നെ റിസ്യൂം ചെയ്യുന്നു. അതാണ് ഈ ജനറേറ്റർ ഫംഗ്ഷന്റെ പ്രത്യേകത. പിന്നെ അതിനകത്ത് ഫംഗ്ഷൻ സ്റ്റാർ സിന്റാക്സ് ഈൽഡ് കീവേഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂഷനെ പോസ് ചെയ്യാനും പിന്നീട് റിസ്യൂം ചെയ്യാനും പറ്റുന്ന ഫംഗ്ഷൻ ആണ് ജനറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫംഗ്ഷൻ സ്റ്റാർ സിന്റാക്സ് ആൻഡ് ഈൽഡ് കീവേഡ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ജനറേറ്ററിനെ ഡിഫൈൻ ചെയ്യുന്നു. ഈൽഡ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ പോലെയാണ്. അതായത് നമ്മുടെ ഫംഗ്ഷനെ പോസ് ചെയ്യുന്നു. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂനെ റിട്ടേൺ ചെയ്യും. ഇത് പക്ഷെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ റിട്ടേൺ പോലെയാണ്. പക്ഷെ എന്നാന്ന് വെച്ചാൽ ഫംഗ്ഷനെ പോസ് ചെയ്തിട്ട് എവിടെയാണോ നിന്നത് അവിടെ നിന്ന് അതിനെ റിമെമ്പർ ചെയ്യാനായിട്ടുള്ള കഴിവുള്ളതാണ് ഈ ഈൽഡ് കീവേഡിന്റെ പ്രത്യേകത. അപ്പൊ യു റിസ്യൂം ദ ജനറേറ്റർ ബൈ കോളിംഗ്. നമ്മൾ ജനറേറ്ററിനെ റിസ്യൂം ചെയ്യുന്നത് കോളിംഗ് ഡോട്ട് നെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റിസ്യൂം ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്നും കൂടി റിസ്യൂം ചെയ്യുന്നത് മനസ്സിലായോ? ജനറേറ്ററിനെ റിസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഇതിനകത്ത് കണ്ട ഫംഗ്ഷൻ ഇതൊരു ജനറേറ്റർ ആണ്, ജനറേറ്റർ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ സ്റ്റാർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈൽഡ് കീവേഡ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈൽഡ് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ് ചെയ്യാനായിട്ടും റിമെമ്പർ ചെയ്യാൻ എവിടെയാണ് നിന്നേന്ന് റിമെമ്പർ ചെയ്യാനും, പിന്നെ നെസ്റ്റ് വെച്ചിട്ടാണ് ഡോട്ട് നെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ റിസ്യൂം ചെയ്യുന്നത്, ജനറേറ്ററിനെ റിസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം.
അതായത് നമ്മൾ ആദ്യമേ നോക്കണത് എന്നാന്ന് വെച്ചാൽ കോൺസ്റ്റ് സീക്വൻസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് വന്നിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് കോൺസ്റ്റ് സീക്വൻസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേറ്റർ ഒബ്ജക്റ്റിന് ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഫൈനൈറ്റ് സീക്വൻസ്. അപ്പൊ ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ജനറേറ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. കോൺസ്റ്റ് സീക്വൻസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേറ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് വെച്ചാൽ ഡസ് നോട്ട് റൺ ഇറ്റ്. ഇൻഫൈനൈറ്റ് സീക്വൻസ് നമ്മൾ ജനറേറ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഇതുവരെയായിട്ട് റണ്ണ് ചെയ്തിട്ടില്ല. ഡസ് നോട്ട് റൺ എറ്റ് ഇറ്റ് ഈസ് പോസ്റ്റ് അറ്റ് ദ ബിഗിനിങ്ങിനകത്ത് പോസ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ബിഗിനിങ്ങിനകത്ത് പോസ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ഇൻഫൈനൈറ്റ് സീക്വൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡസ് നോട്ട് റൺ അറ്റ് ഇതുവരെയായിട്ട് റണ്ണ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് പോസ്റ്റ് അറ്റ് ദ ബിഗിനിങ്ങിനകത്താണ് പോസ് ചെയ്ത് വെച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു ജനറേറ്റർ ഒബ്ജക്റ്റ് ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അത് റൺ ചെയ്യുന്നില്ല ഇപ്പൊ ഈ ഇതിനകത്ത്. ആദ്യമേ നമ്മൾ പോസ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. പിന്നെ ലൂപ്പ്, പിന്നെ നമ്മൾ ഇങ്ങനെ ഒബ്ജക്റ്റിനെ ജനറേറ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു ലൂപ്പാണ്, ഒരു ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ i = 0 ആണ്. ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുക? സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ സ്റ്റാർട്ട്സ് ദ ജനറേറ്റർ. അതായത് ജനറേറ്റർ സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് ഒരു ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് iteration 1 i = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് i = 0 എന്ന് പറയുന്നത് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു i = 0-നകത്ത്. അത് കഴിഞ്ഞിട്ട് ലെറ്റ് നം = 1. അപ്പൊ ഇതിനകത്ത് സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താണ്? ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക? സ്റ്റാർട്ട്സ് ജനറേറ്റർ iteration i = 0 ആയിരുന്നല്ലോ. i = 0-നകത്ത് ജനറേറ്റർ റൺ ചെയ്യുന്നു. ജനറേറ്റർ റൺ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? i = 0 ആണ്. ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ലെറ്റ് നമ്മിന്റെ വാല്യൂ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. പിന്നെ എന്താ സെറ്റ് ചെയ്യുന്നത്? വൈൽ ലൂപ്പിനകത്തേട്ട് കിടക്കുന്നു. വൈലിനകത്തേട്ട് കിടക്കുന്നു. വൈല് ട്രൂ ആണെങ്കിൽ വൈല് ട്രൂ. അത് കഴിഞ്ഞിട്ട് ഈൽഡ് നമ്പർ റൺ ചെയ്യുന്നു. എന്നിട്ട് ഈൽഡ് 1 ആൻഡ് പോസസ്. നമുക്ക് നോക്കാം. ഈൽഡ് നമ്പർ റൺസ് ഇതിനകത്ത് വൈൽ ട്രൂവിനകത്തേട്ട് കിടന്നിട്ട് ഈൽഡ് നമ്പർ റൺ ചെയ്യുന്നു. ഇപ്പൊ നമ്മിന്റെ വാല്യൂ 1 ആണ്. ഈൽഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നു. ഇതിനെ പോസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇത് പോസ് ചെയ്യുന്നു. ഈൽഡ് 1-ൽ പോസ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്? ഈ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് എവിടെയാണോ പോസ് ചെയ്തേക്കുക അതിനെ റിമമ്പർ ചെയ്ത് വെക്കും. 1 ആണ് വാല്യൂ, അപ്പൊ അതിനെ റിമമ്പർ ചെയ്ത് വെക്കും. അപ്പൊ ഇതിനെ പോസ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നു. തിരിച്ച് ഇങ്ങോട്ടേട്ട് വരുന്നു. ഈ ഫോർ ലൂപ്പിലേക്ക് തന്നെ വരുന്നു. വന്നു കഴിഞ്ഞിട്ട് എന്താണ്? ബാക്ക് ഇൻ ദ ലൂപ്പ് കൺസോൾ ഡോട്ട് ലോഗ് 1 പ്രിൻസ് 1 ലോഗ് 1 എന്ന് വന്നിട്ട് വരുന്നു. എന്നിട്ട് 1-നെ പ്രിന്റ് ചെയ്യുന്നു. 1-നെ നമ്മൾ പ്രിന്റ് ചെയ്യും. മനസ്സിലായോ?
വണ്ണിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഐട്രേഷൻ ഐ ഈസ്കൽ ടു ഐ ഈസ്കൽ ടു 1 എന്ന് വന്നിട്ട് അടുത്ത ഐട്രേഷനിലേക്ക് പോകും. ഫോർ ലൂപ്പിനകത്ത് ഐ ഈസ്കൽ ടു 0 കഴിഞ്ഞ് ഇനി ഐ ഈസ്കൽ ടു ഐനെ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഐ ഈസ്കൽ ടു 1 എന്ന് വന്നിട്ട് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്താ സംഭവിക്കുക? എന്താണ് സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് റിസ്യൂംസ് ദ ജനറേറ്റർ. സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് വരുന്നു, അത് ജനറേറ്ററിനെ റിസ്യൂം ചെയ്യുന്നു. ജനറേറ്ററിനെ റിസ്യൂം ചെയ്യുന്നു. എന്താണ് സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്ററിനെ റിസ്യൂം ചെയ്യുന്നു. അതായത് ഒന്നും കൂടി റിസ്യൂം ചെയ്യുന്നു. അപ്പൊ തിരിച്ച് ഇങ്ങോട്ടേട്ട് വരുന്നു. അപ്പൊ ഈ എന്താണ് അടുത്ത സ്റ്റെപ്പ്, അടുത്ത ലൈൻ ഇവിടെ വാല്യൂ 1 ആയിരുന്നല്ലോ. അപ്പൊ അടുത്ത ഇത് റിസ്യൂം ചെയ്യുന്നു. ഇവിടെയായിരുന്നു നിർന്നത്. അപ്പൊ ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. നം പ്ലസ് പ്ലസ്, നമ്മിന്റെ വാല്യൂ 1 ആയിരുന്നു. അപ്പൊ അത് 2 ആയിട്ട് മാറി. മനസ്സിലായോ? 2 ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ലൂപ്പ് കണ്ടിന്യൂസ്. ലൂപ്പ് ഒന്നും കൂടി കണ്ടിന്യൂ ചെയ്യുന്നു. yield num yields to process again. back in loop console dot log 2 prints 2. അതായത് നമ്മള് yield നമ്മുടെ while loop നം പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മിന്റെ വാല്യൂ 2 ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും while loop while true ആണല്ലോ, ട്രൂ ആയത് കാരണം എന്താണ് yield 2 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് വില്ലേറ്റ് പോസ് ചെയ്തിട്ട് ആ വാല്യൂവിനെ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ഇങ്ങോട്ട് ഈ ഫോർ ലൂപ്പിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഈ പ്ലേസിനകത്ത് സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ പ്ലേസിനകത്ത് 2 എന്ന് പറഞ്ഞ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഐട്രേഷൻ 3 എടുക്കുന്നു. ഐ ഇസ്കൽ ടു 2. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഐട്രേഷൻ 3 അടുത്ത ഐട്രേഷനിലേക്ക് പോകുന്നു. ഇതിനകത്ത് എന്താണ് 2 എന്ന് പറഞ്ഞ വാല്യൂവിനെ പ്രിന്റ് ചെയ്തു. ഈ ഐട്രേഷൻ എന്ന് പറയുന്നത് 0 കഴിഞ്ഞു 1 കഴിഞ്ഞു. നീ 2 ഐട്രേഷൻ 2 എന്ന് പറയുന്ന ഐട്രേഷനകത്ത് തേർഡ് ഐട്രേഷനകത്ത് എന്താണ് ഐ ഈസ്കൽ ടു 3, ഐ ഈസ്കൽ ടു 2, ഐ ഈസ്കൽ ടു 2നകത്ത് എന്താണ് നമ്മൾ സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് നമ്മൾ ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയായിരുന്നു നമ്മൾ എന്താണ് പോസ് ചെയ്ത് yield num 2 ഇതിനകത്ത്. അപ്പൊ നം പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിന്റെ വാല്യൂ 2 ആയിരുന്നു, അത് 3 ആയിട്ട് റിസ്യൂം ചെയ്യുന്നു. അല്ല 3 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് 3 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു, 3 ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ വൈല് ട്രൂ, ഒന്നും കൂടി ട്രൂ ആണ്. അത് കഴിഞ്ഞിട്ട് yield num എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ yield നമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആയിരുന്നു. അതിനെ നമ്മള് അത് അവിടെ നിന്ന് പോസ് ചെയ്തിട്ട് ഈ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ചെയ്തിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഈ പ്ലേസിനകത്ത് അതിന്റെ വാല്യൂവിനെ പ്രിന്റ് ചെയ്യുന്നു. 3 എന്ന് പറഞ്ഞ വാല്യൂവിനെ പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് റിമൈനിങ് ആയിട്ട് കണ്ടിന്യൂസ് ദ സെയിം പാറ്റേൺ. ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് 4 5 6 7 8 9 10 വരെയും നമ്മൾ എന്താണ് ഇങ്ങനെ ഈ ഐട്രേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ തേർഡ് ഐട്രേഷൻ വരെയായിരുന്നു. ഇത് എവിടം വരെ ചെയ്യും? 10 വരെയും 10th ഐട്രേഷൻ വരെയും ചെയ്യും. 10th ഐട്രേഷൻ കാരണം ഐ 0 വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 10 ഐട്രേഷൻ ഉണ്ടാവും. അപ്പൊ 10 ഐട്രേഷൻ കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പ് കഴിഞ്ഞല്ലോ. കഴിഞ്ഞിട്ട് അപ്പൊ 4 5 6 7 8 10 വരെയും പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ലൂപ്പ് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മൾ ഫോർ ലൂപ്പ് ഫിനിഷ് ചെയ്തു. ഫോർ ലൂപ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു കൺസോൾ ഡോട്ട് ലോഗ് ഉണ്ട്. അതിനകത്ത് സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് ഒന്നും കൂടി ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു.
ജനറേറ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ കറണ്ട് വാല്യൂ 10 ആയിരുന്നു, അപ്പൊ 10 ആണ് yield num 10. അപ്പൊ നമ്മിന് ഇൻക്രിമെന്റ് ചെയ്തു, നമ്മിന്റെ വാല്യൂ എന്താണ് എന്താണ് 11 ആയി മാറി. മനസ്സിലായോ? 11 ആയി. വൈൽ ട്രൂ ഒന്നുകൂടി എന്താ വൈൽ ലൂപ്പിലേട്ട് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈൽഡ് നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 എന്ന് പറഞ്ഞ വാല്യൂ ഈൽഡ് നം എന്ന് പറഞ്ഞ ഈൽഡ് 11 എന്ന് പറഞ്ഞ പോസ് ചെയ്തിട്ട് ആ വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കൺസോൾ ഡോട്ട് സീക്വൻസ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11നെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ 11നെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രിന്റ് 11. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യൂസ് എ ജനറേറ്റർ വെൻ യു നീഡ് ടു പ്രൊഡ്യൂസ് വാല്യൂസ് 1 അറ്റ് എ ടൈം. അതായത് അറ്റ് എ ടൈമിനകത്ത് നമുക്ക് ഒരു വാല്യൂ വെച്ചിട്ട് പ്രിന്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ എന്താണ് ജനറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇൻ ലാർജ് ഇൻഫൈനൈറ്റ് ഓർ ലേസി സീക്വൻസ്. വലിയ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ജനറേറ്റർ ഫംഗ്ഷനെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇൻഫൈനൈറ്റ് ഒരു ലേസി സീക്വൻസിനകത്ത് വിത്തൗട്ട് കമ്പ്യൂട്ടിങ് എവറിത്തിങ് അറ്റ് വൺസ്, ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാതെ നമ്മൾ ചെയ്യാതെ നമുക്ക് ഇങ്ങനെ പോസ് ചെയ്ത് 1 അറ്റ് എ ടൈം നമ്മൾ വാല്യൂസിനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജനറേറ്റർ യൂസ് ചെയ്താൽ മതി. ലാർജ് ലേസി സീക്വൻസിനകത്ത് നല്ലതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈൽ ലൂപ്പ് ടു സോൾവ് പ്രോബ്ലം ഓഫ് ഇൻഫൈനൈറ്റ് ലൂപ്പ് ജനറേറ്റർ ഫംഗ്ഷൻ എക്സിസ്റ്റ്. അതായത് വൈൽ ലൂപ്പിന്റെ ഇൻഫൈനൈറ്റ് ലൂപ്പ് ജനറേറ്ററിന്റെ ഇൻഫൈനൈറ്റ് ലൂപ്പ് ജനറേറ്റർ ഉണ്ടല്ലോ, ജനറേറ്റർ ഫംഗ്ഷന്റെ ടു സോൾവ് പ്രോബ്ലം ഇൻഫൈനൈറ്റ് ലൂപ്പ് ജനറേറ്റർ ഫംഗ്ഷൻ എക്സിസ്റ്റ്. അതായത് ഇൻഫൈനൈറ്റ് ലൂപ്പിന്റെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ജനറേറ്റർ ഫംഗ്ഷൻ. അപ്പൊ വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് ലൂപ്പാണ്. അപ്പൊ അതിന്റെ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ജനറേറ്റർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വൈൽ ലൂപ്പിനകത്തൊക്കെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ജനറേറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ജനറേറ്റർ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി എന്നാന്ന് വെച്ചാൽ ഹയർ ഓർഡർ ഫംഗ്ഷൻ. ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ടേക്ക് അനദർ ഫംഗ്ഷൻ ആസ് എൻ ആർഗ്യുമെന്റ്. അതായത് വേറെ ഒരു ഫംഗ്ഷനെ ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കുന്നു. ഓർ റിട്ടേൺ എ ഫംഗ്ഷൻ ആസ് ഇറ്റ്സ് റിസൾട്ട്. അതായത് വേറെ ഒരു ഫംഗ്ഷനെ ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കുന്നതാണ് ഹയർ ഓർഡർ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഓർ റിട്ടേൺ എ ഫംഗ്ഷൻ ആസ് ഇറ്റ്സ് റിസൾട്ട്. അതായത് ആ റിസൾട്ട് ആയിട്ട് ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. അതാണ് ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വേറെ ഒരു ഫംഗ്ഷന് ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ റിസൾട്ട് ആയിട്ട് ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. മനസ്സിലായോ? റിസൾട്ട് ആയിട്ട് ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒരു ഫംഗ്ഷനെ ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റിസൾട്ട് ആയിട്ട് വേറെ ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആർഗ്യുമെന്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ റിസൾട്ട് ആയിട്ട് വേറെ ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് ജാവാസ്ക്രിപ്റ്റിനെ പവർഫുൾ ആയിട്ട് മാറ്റുന്നു. ബിക്കോസ് നമുക്ക് വാല്യൂസിനെ പാസ് ചെയ്യണ പോലെ തന്നെ നമുക്ക് ഫങ്ഷൻസിനെ പാസ് ചെയ്യാനായിട്ട് പറ്റും. ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷനെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ റിസൾട്ട് ആയിട്ട് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യാം. അതൊക്കെയാണ് ഹയർ ഓർഡർ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് വാല്യൂസ് പാസ് ചെയ്യണ പോലെ തന്നെ ഫങ്ഷൻസിനെ പാസ് ചെയ്യാം. അത് കാരണം ഇത് ജാവാസ്ക്രിപ്റ്റിനെ പവർഫുൾ ആയിട്ട് മാറ്റുന്നു. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആർഗ്യുമെന്റ് ആയിട്ട് എങ്ങനെ ഫങ്ഷനെ പാസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ ഫങ്ഷൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ ഉണ്ട്. നെയിം റിട്ടേൺ ഹലോ പ്ലസ് നെയിം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നു. ഫങ്ഷൻ ഹയർ ഓർഡർ ഫങ്ഷൻ. അതിനകത്ത് FN എന്നും എഴുതിയിട്ടുണ്ട്, കോമ വാല്യൂ എന്നും എഴുതിയിട്ടുണ്ട്. റിട്ടേൺ FN വാല്യൂ എന്ന് വന്നിട്ട് ഒരു ഫംഗ്ഷൻ കൂടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു കൺസോൾ ഡോട്ട് ലോഗ് ഉണ്ട്, ഹയർ ഓർഡർ
അതിനകത്ത് ഗ്രീറ്റ് എന്നും പിന്നെ എന്താന്ന് വൃന്ദ എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. രണ്ട് ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീറ്റ് നെയിം ഈസ് എ നോർമൽ ഫങ്ഷൻ. ഗ്രീറ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീറ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഫങ്ഷൻ ആണ്. ഗ്രീറ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോർമൽ ഫങ്ഷൻ ആണ്. അതൊരു നെയിമും എടുക്കുന്നു, എന്നിട്ട് ഒരു എന്താണ് ആൻഡ് റിട്ടേൺസ് ഹലോ നെയിമിനെ അത് റിട്ടേൺ ചെയ്യുന്നു. അതായത് ഇതൊരു നോർമൽ ഫങ്ഷൻ ആണ്. അത് ഒരു നെയിമിനെ എടുക്കുന്നു, അതേപോലെ തന്നെ അത് ഒരു എന്താണ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഹലോ നെയിം എന്ന് വന്നിട്ട് റിട്ടേണും ചെയ്യുന്നുണ്ട്. അത് നോർമൽ ഫങ്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹയർ ഓർഡർ ഫങ്ഷൻ ഉണ്ട്. ഇതാണ് ഹയർ ഓർഡർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇറ്റ് അക്സെപ്റ്റ്സ് എ ഫങ്ഷൻ ആസ് ആൻ ആർഗ്യുമെന്റ്. അപ്പൊ ഇത് ഒരു ഹയർ ഓർഡർ ഫങ്ഷൻ ആണ്. ഇതിനകത്ത് ഫങ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കുന്നുണ്ട് ആസ് ആൻ ആർഗ്യുമെന്റ്. ഈ വെൻ വി കോൾ ഹയർ ഓർഡർ ഗ്രീറ്റ് വൃന്ദ എന്ന് പറഞ്ഞിട്ട്, ഈ ഹയർ ഓർഡർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു ഹിയർ FN ഈക്വൽ ടു ഗ്രീറ്റ്. അപ്പൊ ഗ്രീറ്റ് എന്ന് പറയുന്നതും പിന്നെ ഒരു വൃന്ദ എന്ന് പറഞ്ഞ രണ്ട് ആർഗ്യുമെന്റ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ FN എന്ന് പറയുന്നത് ആയിരിക്കും ഗ്രീറ്റ് എന്ന് പറഞ്ഞത്. ഗ്രീറ്റിനകത്ത് ഈ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഇത് എന്ന് പറയുന്നത് FN-നകത്ത് സ്റ്റോർ ചെയ്യുന്നു. വാല്യൂവിന്റെ സ്ഥാനത്ത് ഇതൊരു പ്ലേസ് ഹോൾഡർ ആണ്. അപ്പൊ വാല്യൂവിന്റെ സ്ഥാനത്ത് വൃന്ദ എന്ന് പറഞ്ഞ വാല്യൂ വരുന്നു അങ്ങനെ കോൾ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇൻസൈഡ് ഹയർ ഓർഡർ വി ഡു, ഹയർ ഓർഡറിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഹയർ ഓർഡറിന്റെ ഉള്ളിൽ റിട്ടേൺ FN വാല്യൂ, അതായത് FN ഓഫ് വാല്യൂ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതായത് ദിസ് ബിക്കംസ് ഗ്രീറ്റ് ഓഫ് വൃന്ദ. FN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീറ്റ് ആണ്. ഗ്രീറ്റ് ഓഫ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദ. ഗ്രീറ്റ് ഓഫ് വൃന്ദ എന്ന് വന്നിട്ട് എഴുതുന്നു. മനസ്സിലായോ? ഗ്രീറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞ ഗ്രീറ്റ് ഓഫ് വൃന്ദ എന്ന് പറഞ്ഞിട്ട് എന്താണ് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുക, ദിസ് ബിക്കംസ് ഗ്രീറ്റ് ഓഫ് വൃന്ദ. എന്ന് പറഞ്ഞിട്ട് FN ഓഫ് വാല്യൂ എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ഓഫ് വൃന്ദ എന്ന് പറഞ്ഞ് ആവുന്നു. വിച്ച് റിട്ടേൺസ്, അപ്പൊ ഗ്രീറ്റ് ഓഫ് വൃന്ദനെ നമ്മൾ കോൾ ചെയ്യുന്നു. അപ്പൊ ഗ്രീറ്റ് ഓഫ് വൃന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗ്രീറ്റ് ഓഫ് വൃന്ദ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഹലോ പ്ലസ് നെയിം. ഹലോ നെയിമിന്റെ സ്ഥാനത്ത് എന്താണ് വന്നേക്കുന്നത്, നെയിമിനകത്ത് എന്താണ് വാല്യൂ എന്ന് പറഞ്ഞ വൃന്ദയാണ്. അപ്പൊ നമ്മളുടെ നെയിമിന്റെ സ്ഥാനത്ത് വൃന്ദ എന്ന് പറഞ്ഞ വാല്യൂ വരുന്നു. അപ്പൊ ഹലോ വൃന്ദ എന്ന് പറഞ്ഞ വാല്യൂ ഇതിനകത്തിട്ട് റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, ഹലോ വൃന്ദ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇതിനകത്തേട്ട് തന്നെ. റിട്ടേൺ കഴിഞ്ഞിട്ട് ഈ പ്ലേസിൽ ഹലോ വൃന്ദ എന്ന് പറഞ്ഞ വാല്യൂ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഹലോ വൃന്ദ അത് പിന്നെ റിട്ടേൺ ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ട് ഹലോ വൃന്ദ എന്ന് വന്നിട്ട് വരുന്നു. അപ്പൊ ഈ ഫംഗ്ഷനും റിട്ടേൺ ചെയ്യുന്നു, ഈ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. ഇത് കണ്ടുപിടിച്ചിട്ട് ഈ ഫംഗ്ഷൻ റൺ ചെയ്ത് കണ്ടുപിടിച്ച് അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്ത് ഹലോ വൃന്ദ എന്ന് കിട്ടി. പിന്നെ ഇതും റിട്ടേൺ ചെയ്തിട്ട് ഇവിടെ കൺസോളിനകത്ത് പ്രിന്റ് ചെയ്യുന്നു, ഹലോ വൃന്ദ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ ഫൈനൽ ഔട്ട്പുട്ട് ഹലോ വൃന്ദ എന്ന് പറയും. ഹിയർ FN ഈസ് ജസ്റ്റ് എ പ്ലേസ് ഹോൾഡർ പാരാമീറ്റർ ഓർ ഫോർ എനി ഫംഗ്ഷൻ വി പാസ്. നമ്മൾ പാസ് ചെയ്യുന്ന ഏത് ഫംഗ്ഷനും ഒരു പ്ലേസ് ഹോൾഡർ പാരാമീറ്റർ ആണ് FN എന്ന് പറയുന്നത്. വി പാസ്ഡ് ഗ്രീറ്റ് ആസ് ദാറ്റ് ഫംഗ്ഷൻ. നമ്മൾ ഫംഗ്ഷൻ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. placeholder parameter for any function we passed greet as that function, or map itself is a function. placeholder parameter ആണ്. മനസ്സിലായോ? FN എന്ന് പറഞ്ഞാൽ പ്ലേസ് ഹോൾഡർ പാറ്റേൺ ആണ്. ഏത് ഫംഗ്ഷന്റെയും ഒരു പ്ലേസ് ഹോൾഡർ പാരാമീറ്റർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത് ഫംഗ്ഷൻ ആയിട്ടാണെങ്കിലും അതിനെയൊക്കെ
എടുക്കാനായിട്ട് വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരു പ്ലേസ് ഹോൾഡർ പാരാമീറ്റർ ആണ് fn എന്ന് പറയുന്നത്. വി പാസ്ഡ് ഗ്രീറ്റ് ആസ് ദാറ്റ് ഫംഗ്ഷൻ. ഗ്രീറ്റ് ആണ് ഫംഗ്ഷൻ ആയിട്ട് fl കൊടുത്തേക്കുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ ഓർ മാപ്പ്. മാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് ക്യാൻ അക്സെപ്റ്റ് അനദർ ഫംഗ്ഷൻ ആസ് എ പാരാമീറ്റർ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താണ് ആർഗ്യുമെന്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. മാപ്പ് എന്ന് പറഞ്ഞത് ഒരു ഫംഗ്ഷൻ ആണ് വിച്ച് ക്യാൻ അക്സെപ്റ്റ് അനദർ ഫംഗ്ഷൻ ആസ് എ പാരാമീറ്റർ. അതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ പാരാമീറ്റർ ആയിട്ട് വേറെ ഒരു ഫംഗ്ഷനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കോൺസ്റ്റ് നമ്പേഴ്സ് ഈക്വൽ ടു 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നു. ഒരു അറേനെ നമ്മൾ കൊടുക്കുന്നു. കോൺസ്റ്റ് ഡബിൾ ഈക്വൽ ടു നമ്പേഴ്സ് ഡോട്ട് മാപ്പ് എന്ന് പറഞ്ഞിട്ട് നം ഇൻറ്റു 2 എന്ന് വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് നമ്പേഴ്സ് കൺസോൾ ഡോട്ട് ലോഗ് ഡബിള് എന്ന് വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ട്രഡീഷണൽ ഫംഗ്ഷൻ എക്സ്പ്രഷനകത്ത് ഇതെങ്ങനെ എഴുതണേന്ന് നമുക്ക് എഴുതാം. അപ്പൊ അത് കൂടുതലായിട്ട് മനസ്സിലാവും. അതായത് നമ്മളൊരു അറേനെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ കോൺസ്റ്റ് ഡബിൾ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് നമ്മൾ നമ്പേഴ്സ് ഡോട്ട് മാപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്നാന്ന് വെച്ചാൽ ഇത് ആരോ ഫംഗ്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഫംഗ്ഷൻ ഓഫ് നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് ആണ്. അതിനകത്ത് റിട്ടേൺ നം ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ട് നം ഇൻറ്റു 2. അപ്പൊ ഇതെന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് പാരാമീറ്റർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷനെ പാരാമീറ്റർ, ഇപ്പൊ ഇതിനെ നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്നും പറയും. മനസ്സിലായോ? ഫംഗ്ഷൻ മാപ്പിനകത്ത്. അപ്പൊ ഇത് ഒരു ആരോ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോ നമ്പേഴ്സിനകത്ത് ഓരോ നമ്പറും എടുത്തിട്ട് അതിനെ അതിനകത്ത് ഓരോ നമ്പേഴ്സ് എന്ന് പറഞ്ഞ അറേനകത്ത് ഓരോ നമ്പറിനെ എടുത്തിട്ട് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഡബിളിനകത്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ വാല്യൂസിനെയൊക്കെ ഡബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് അതിനെ പ്രിന്റ് ചെയ്യുന്നു. കൺസോൾ ഡോട്ട് ലോഗ് നമ്പേഴ്സ് കൺസോൾ ഡോട്ട് ലോഗ് ഡബിൾ എന്ന് പറഞ്ഞിട്ട് ഡബിൾ ആക്കിയിട്ട് നമ്മൾ അതിനെ റിട്ടേൺ നം ഇൻറ്റു 2 ഓരോ വാല്യൂവിനും എടുത്തിട്ട് ഡബിൾ ആക്കിയിട്ട് അതിന്റെ ഔട്ട്പുട്ട് നം ഇൻറ്റു 2 എന്ന് വന്നിട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. മനസ്സിലായോ? വാല്യൂവിനെ എടുത്തിട്ട് അതിനെ ഡബിൾ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നു. അതാണ് നമ്മൾ എന്താണ് മാപ്പിനകത്ത് നമ്മൾ എഴുതുക. ഇതിനകത്ത് നമുക്ക് ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. പാരാമീറ്റർ ആയിട്ട്, മനസ്സിലായോ? പാരാമീറ്റർ ആയിട്ട് ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫംഗ്ഷനെ നമ്മൾക്ക് പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ നമുക്ക് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ എന്താണ് പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യണേനെ നമ്മൾ എന്താണ് ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണ് മാപ്പ് ഒക്കെ. അപ്പൊ നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നമ്മൾ ഫംഗ്ഷനെ എങ്ങനെ റിട്ടേൺ ചെയ്യും, റിസൾട്ടിനെ ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻ. ഇപ്പൊ ഇതിനകത്ത് ഫംഗ്ഷൻ മൾട്ടിപ്ലയർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പാരാമീറ്റർ ഉണ്ട്. റിട്ടേൺ ഫംഗ്ഷൻ ഇത് റിട്ടേൺ നം ഇൻറ്റു ഫാക്ടർ റിട്ടേൺ ചെയ്യുന്നത് കോൺസ്റ്റ് ഡബിൾ ഈക്വൽ ടു മൾട്ടിപ്ലയർ ഓഫ് 2 കൺസോൾ ഡോട്ട് ലോഗ് ഡബിൾ ഓഫ് 5. അപ്പൊ ഇതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് മൾട്ടിപ്ലയർ ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. മൾട്ടിപ്ലയർ ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. അത് മൾട്ടിപ്ലയർ ഓഫ് ഫാക്ടർ എന്താ ചെയ്യുന്നത്? ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. മൾട്ടിപ്ലയർ ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. അത് വേറെ ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ നമ്മൾ കോൾ ചെയ്യാണ്. when we call const double is equal to multiplier of 2. അപ്പൊ എന്താന്ന് വെച്ചാൽ മൾട്ടിപ്ലയർ ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആണ്. അത് വേറെ ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. ഇതാണ് റിട്ടേൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് when we call double, അതായത് ഡബിൾ ഈക്വൽ ടു മൾട്ടിപ്ലയർ ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ മൾട്ടിപ്ലയർ ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലയർ ഫാക്ടർ ഈക്വൽ ടു 2, ഫാക്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ഓഫ് 2 എന്ന് പറഞ്ഞ ഫാക്ടറിന്റെ സ്ഥാനത്ത് 2 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. മൾട്ടിപ്ലയർ അപ്പൊ റിട്ടേൺ ചെയ്യുന്നത് ഈ ഫംഗ്ഷനെ ആയിരിക്കും. എന്താ റിട്ടേൺ ചെയ്യുന്നത്? ഫംഗ്ഷൻ നമ്പർ
the return number into the factor എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. സോ നൗ ഡബിൾ ഹോൾസ് ദിസ് ന്യൂ ഫംഗ്ഷൻ. അപ്പൊ ഈ ഫംഗ്ഷനെ ആയിരിക്കും മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ ഇത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താണ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എനിക്ക് ഫംഗ്ഷനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സോ നൗ ഡബിൾ ഹോൾസ് ദിസ് ന്യൂ ഫംഗ്ഷൻ, ഈ പുതിയ ഫംഗ്ഷനെ ഹോൾഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെൻ വി കോൾ എന്താണ് നമ്മൾ എന്നാന്ന് വെച്ച് ഡബിളിനകത്ത് ഹോൾഡ് ചെയ്യുന്നത് എന്താണ് ഈ ഫംഗ്ഷനെ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇതാണ്. അപ്പൊ പിന്നെ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്ന ഈ ഫംഗ്ഷൻ ആയിരിക്കും ഈ ഡബിളിനകത്ത് ഉണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ കൺസോൾ ഡോട്ട് ലോഗ് ഡബിൾ ഓഫ് 5 എന്ന് പറഞ്ഞ് ഞാൻ കോൾ ചെയ്യുന്നു. അപ്പൊ ഡബിൾ ഓഫ് 5 എന്ന് പറഞ്ഞ് ഞാൻ കോൾ ചെയ്യുമ്പോൾ inside the returned function number is equal to 5, it calculates 5 into 2 is equal to 10. ഔട്ട്പുട്ട് 10 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതായത് ഡബിൾ ഓഫ് 5 എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. അതായത് ഡബിൾ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡബിളിനകത്ത് നമ്മളുടെ ഈ റിട്ടേൺ ഫംഗ്ഷൻ ആണുള്ളത്. അപ്പൊ അതിനകത്ത് 5 എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മൾ എന്താണ് 5 എന്ന് പറഞ്ഞ അപ്പൊ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫംഗ്ഷൻ റൺ ചെയ്യുന്നു. അപ്പൊ നമ്പറിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? 5 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നു. അപ്പൊ നമ്പർ എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഇൻറ്റു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തേക്കുന്നത് 2 ആണ്. അപ്പൊ 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. അപ്പൊ കൺസോളിനകത്ത് 10 എന്ന് പറഞ്ഞ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് എന്ത് നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻ റിസൾട്ട് ആയിട്ട് നമുക്ക് വേറൊരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് പാരാമീറ്റർ ആയിട്ട് നമുക്ക് ഫംഗ്ഷനെ പാസ് ചെയ്യാനായിട്ട് പറ്റും. അത് കാരണമാണ് നമ്മൾ അതിനെ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഈ അസിങ്ക് ഫംഗ്ഷൻ ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അസിങ്ക് വെച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ അസിങ്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നു. അസിങ്ക് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷനെ നമ്മൾ എന്താണ് അസിങ്ക് ഫംഗ്ഷൻ എന്ന് പറയും. അത് എപ്പോഴും ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യും. ഇറ്റ് അലോസ് യൂസ് ഓഫ് അവൈറ്റ് ഇൻസൈഡ് ഇറ്റ്. അതായത് അസിങ്ക് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ അസിങ്ക് ഫംഗ്ഷൻ എന്ന് പറയും. അത് എപ്പോഴും ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യും. അവൈറ്റ് ഇൻസൈഡ് ഇറ്റ്, അതിന്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും നമുക്ക് അവൈറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. async you always work with promises which is useful for asynchronous operations. അപ്പൊ അസിങ്ക് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ അസിങ്ക് ഫംഗ്ഷൻ എന്ന് പറയും. അത് എപ്പോഴും പ്രോമിസിനെ റിട്ടേൺ ചെയ്യും. അതിന്റെ ഉള്ളിൽ നമുക്ക് അവൈറ്റിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഉള്ളിൽ നമുക്ക് അവൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അസിങ്ക് യു ഓൾവേസ് വർക്ക് വിത്ത് പ്രോമിസസ്. പ്രോമിസ് വെച്ചിട്ടായിരിക്കും അസിങ്കിനകത്ത് നമ്മൾ എപ്പോഴും പ്രോമിസസ് വെച്ചിട്ടായിരിക്കും എന്താണ് അസിങ്കിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് അസിങ്ക്രണസ് ഓപ്പറേഷനകത്ത് അത് യൂസ്ഫുൾ ആണ്. നമ്മൾ പ്രോമിസസ് വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് എപ്പോഴും അസിങ്ക്രണസ് ഓപ്പറേഷൻ, അതായത് അസിങ്ക്രണസ് ഓപ്പറേഷൻ ആണ് നമ്മുടെ സെർവറിൽ നിന്ന് ഡാറ്റേനെ ഫെച്ച് ചെയ്യണതൊക്കെ അസിങ്ക്രണസ് ഓപ്പറേഷൻ ആണ്. അപ്പൊ പ്രോമിസസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അസിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അസിങ്ക്രണസ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ഫെച്ചിങ് ഡാറ്റ ഫ്രം എ സെർവറിൽ നിന്ന് ഫെച്ച് അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അസിങ്ക്രണസ് ഫംഗ്ഷൻ എപ്പോഴും നല്ലതാണ്. അതായത് അസിങ്ക് ഫംഗ്ഷൻ ഗ്രീറ്റ് റിട്ടേൺ ഹലോ ഗ്രീറ്റ് ഡോട്ട് തന്നെ മെസ്സേജ് കൺസോൾ ഡോട്ട് ലോഗ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അസിങ്ക് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ അസിങ്ക് ഫംഗ്ഷൻ എപ്പോഴും ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതായത് അസിങ്ക് ഫംഗ്ഷൻ ഗ്രീറ്റ്, ഇതാണ് അസിങ്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇവൻ തോ വി റോട്ട് റിട്ടേൺ ഹലോ, നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ട്
വാല്യൂ റിട്ടേൺ ചെയ്യണ്ടെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ജാവാസ്ക്രിപ്റ്റ് എന്താണ് ഇതിനെ റാപ്പ് ചെയ്ത് വെക്കും. പ്രോമിസ് ഡോട്ട് റിസോൾവ് ഹലോ, ഇത് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ്. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് ഇത് അസിങ്ക് കീവേഡ് യൂസ് ചെയ്ത കാരണം നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത്, പ്രോമിസ് ഡോട്ട് റിസോൾവ് ഹലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഹലോ എന്ന് പറഞ്ഞ വാല്യൂവിനെ റാപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഗ്രീറ്റ് എന്ന് പറഞ്ഞ നമ്മൾ കോൾ ചെയ്യുമ്പോൾ, ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ, ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇറ്റ് ഡിസ് നോട്ട് റിട്ടേൺ ഹലോ, ഹലോ എന്ന് പറഞ്ഞ വാല്യൂവിനെ അത് റിട്ടേൺ ചെയ്യുന്നില്ല ഡയറക്ട്ലി. ഇൻസ്റ്റെഡ് ഇറ്റ് റിട്ടേൺസ് പ്രോമിസ് ഒബ്ജക്റ്റ്, അതായത് പ്രോമിസ് ഡോട്ട് റിസോൾവ് ഹലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഹലോ എന്ന് പറഞ്ഞ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ റിട്ടേൺ ഹലോ, ഹലോ എന്ന് പറഞ്ഞ വാല്യൂവിനെ അല്ലേ നമുക്ക് കിട്ടുന്നത്, പ്രോമിസ് ഡോട്ട് റിസോൾവ് ഹലോ, പ്രോമിസ് ഒബ്ജക്റ്റിനെ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത് ഗ്രീറ്റിനെ കോൾ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ഡോട്ട് ഡെൻ, അത് കഴിഞ്ഞിട്ട് ഗ്രീറ്റ് ഡോട്ട് ഡെൻ എന്ന് വന്നിട്ട് ഗ്രീറ്റ് കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോട്ട് ഡെൻ ഈസ് എ മെത്തേഡ് ഓഫ് പ്രോമിസ്, പ്രോമിസിനകത്തുള്ള ഒരു മെത്തേഡാണ് ഡോട്ട് ഡെൻ എന്ന് പറയുന്നത്. അത് പിന്നെ നമ്മള് ഈസ് എ മെത്തേഡ് ഓഫ് പ്രോമിസ്, പ്രോമിസിനകത്തുള്ള ഒരു മെത്തേഡാണ് ഡോട്ട് ഡെൻ എന്ന് പറയുന്നത്. ഇറ്റ് ലെറ്റ്സ് യു സേ when this promise finishes successfully run this function. അതായത് പ്രോമിസിനകത്ത് ഉള്ള ഒരു മെത്തേഡാണ് ഡോട്ട് ഡെൻ എന്ന് പറയുന്നത്. ഇറ്റ് ലെറ്റ്സ് യു സേ പ്രോമിസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷന് റൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് when this promise finishes successfully, അതായത് പ്രോമിസ് സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ഫംഗ്ഷനെ റൺ ചെയ്യുക. അതാണ് ഡോട്ട് ഡെന്നിനകത്ത് നമ്മൾ എഴുതുന്നത്. പ്രോമിസിനകത്തുള്ള ഒരു മെത്തേഡാണ്. പ്രോമിസ് സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ റൺ ചെയ്യുന്നു. ദ വാല്യൂ ഇൻസൈഡ് ദെൻ ഈസ് ദ പ്രോമിസ് റിസോൾവ് ടു, അതായത് പ്രോമിസ് റിസോൾവ് ചെയ്തേക്കുന്ന വാല്യൂ ആണ് ഡോട്ട് ഡെന്നിനകത്തുള്ളത്. ഇൻസൈഡ് ഡെൻ, ഡെന്നിനകത്തുള്ള വാല്യൂ എന്ന് വെച്ചാൽ പ്രോമിസ് റിസോൾവ് ചെയ്തേക്കുന്ന വാല്യൂ ആണ്. അതായത് ഇതിനകത്ത് ഡോട്ട് ഡെന്ന് മെസ്സേജ് കൺസോൾ ഡോട്ട് ലോഗ്, പ്രോമിസ് എന്താണ് റിസോൾവ് ചെയ്തേക്കുന്ന ആ വാല്യൂ ആണ്. ഡോട്ട് ഡെൻ എന്ന് പറഞ്ഞ പ്രോമിസിനകത്തുള്ള മെത്തേഡ് ആണ്. അത് അതിനകത്ത് പ്രോമിസ് റിസോൾവ് ചെയ്തേക്കുന്ന വാല്യൂ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ മെസ്സേജ് ഡോട്ട് ഡെന്ന് മെസ്സേജ് അതിനകത്തുള്ള ഗ്രീറ്റിനകത്ത് റിട്ടേൺ ചെയ്യുന്ന പ്രോമിസ് ഡോട്ട് റിസോൾവ് എന്താണ് ഹലോ എന്നായിരുന്നു. ആ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എടുത്തിട്ട് കൺസോൾ ഡോട്ട് ലോഗ് പ്രിന്റ് ചെയ്യുന്നു. ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂവിനെ എന്താണ് ചെയ്യുന്നു. അതായത് ഒന്നും കൂടി പറയുവാണെങ്കിൽ inside then is what the promise in your code greet dot den message console dot log message എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ greet is called, ആദ്യമേ greet കോൾ ചെയ്യും എന്നിട്ട് ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് that promise contains hello inside a resolved value, അതായത് promise dot resolve അതിനകത്ത് ഒരു വാല്യൂ ഉണ്ട് ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡോട്ട് ദെൻ എന്ന് പറഞ്ഞ വെയിറ്റ്സ് ഫോർ ദി പ്രോമിസ് ടു ഫിനിഷ്, അതായത് പ്രോമിസ് ഡോട്ട് ദെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് ഫിനിഷ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഹലോ ഇൻസൈഡ് റിസോൾഡ് വാല്യൂ, അതായത് റിസോൾഡ് വാല്യൂവിനകത്ത് എന്താണ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഡോട്ട് ദെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് ടു ഫിനിഷ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പ്രോമിസ് ഫിനിഷ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വെൻ റെഡി ഇറ്റ് റൺസ് ദ ആരോ ഫംഗ്ഷൻ, അതായത് പ്രോമിസ് റിസോൾവ് ചെയ്തിട്ട് നമുക്ക് റെഡി ആവുമ്പോഴത്തേക്കും ഡോട്ട് ദെന്നിനകത്തുള്ള ആരോ ഫംഗ്ഷനെ റൺ ചെയ്യുന്നു. റൺ ചെയ്തിട്ട് ഈ മെസ്സേജിനകത്ത് ഹലോ എന്ന് പറഞ്ഞ വാല്യൂവിനെ കൊടുക്കുന്നു. എന്നിട്ട് സോയിറ്റ് പ്രിൻസ് ഹലോ എന്ന് പറഞ്ഞ് എഴുതുന്നു. അപ്പൊ ഇൻ ഷോർട്ട് അസിങ് മെയ്സ് ഫംഗ്ഷൻ റിട്ടേൺ, അസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നു. ഡോട്ട് ഡെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഓഫ് ദാറ്റ് പ്രോമിസ്, ആ പ്രോമിസിനകത്തുള്ള റിസൾട്ടിനെ ഗെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡോട്ട് ഡെൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് റൺ സം കോഡ് വിത്ത് ഇറ്റ്, ആ പ്രോമിസിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് കോഡിനെ റൺ ചെയ്യും ഡോട്ട് ഡെൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ്
നമ്മൾ അസിങ്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കണം. കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പാസ്ഡ് ആസ് എൻ ആർഗ്യുമെന്റ് ടു അനദർ ഫംഗ്ഷൻ. അതായത് വേറെ ഒരു ഫംഗ്ഷന് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. വേറെ ഒരു ഫംഗ്ഷന് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ലേറ്റർ ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ. അതായത് വേറെ ഒരു ഫംഗ്ഷന് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് എക്സിക്യൂട്ടഡ് ലേറ്റർ ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ. ഇപ്പൊ വേറെ ഒരു ഫംഗ്ഷന് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് എക്സിക്യൂട്ടഡ് ലേറ്റർ കോൾഡ് ബാക്ക് ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫംഗ്ഷൻ ഗ്രീറ്റ് നെയിം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞ വേറെ ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ ആ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ. ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു, എന്നിട്ട് ആൻഡ് എക്സിക്യൂട്ട് ലേറ്റർ ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ. നമുക്ക് അതിന് എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യണെന്ന് നോക്കാം. അതായത് ഫംഗ്ഷൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് രണ്ട് ആർഗ്യുമെന്റ്സ് ആണുള്ളത്. നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, അത് സ്ട്രിങ് ആണ്. പിന്നെ ഒരു കോൾ ബാക്ക് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇൻസൈഡ് ഗ്രീറ്റിന്റെ ഉള്ളിൽ നെയിം എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ആണ്, കോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഗ്രീറ്റിന്റെ ഉള്ളിൽ ഫസ്റ്റ് ഹലോ ഡോ പ്ലസ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് then it calls the callback function. callback ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആദ്യമേ പ്രിന്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് കോൾ ബാക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ സേ ബൈ എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് സെപ്പറേറ്റ്ലി. ഇറ്റ് പ്രിന്റ്സ് ഗുഡ് ബൈ എന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ സേ ബൈ എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് സെപ്പറേറ്റ്ലി. ഇറ്റ് പ്രിന്റ്സ് ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. ഹലോ പ്ലസ് നെയിം then it calls call back function. call back ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ സേ ബൈ എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് സെപ്പറേറ്റ്ലി, അതിനെ ഡിഫൈൻ ചെയ്യുന്നു, എന്നിട്ട് അത് ഗുഡ് ബൈനെ പ്രിന്റ് ചെയ്യുന്നു. വെൻ വി കോള് ഗ്രീറ്റ് വൃന്ദ സേ ബൈ എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ, വൃന്ദ സേ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വൃന്ദ എന്ന് പറയുന്നത് നെയിം ആയിട്ട് പാസ് ചെയ്യുന്നു. അതിനകത്ത് സേ ബൈ എന്ന് പറയുന്നത് കോൾ ബാക്ക് ആയിട്ട് പാസ് ചെയ്യുന്നു. എക്സിക്യൂഷൻ ഓർഡർ എന്ന് പറയുന്നത് പ്രിൻസ് ഹലോ വൃന്ദ. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ കോൾ ബാക്ക് ആയിട്ട് അതായത് നമ്മള് ആദ്യമേ തന്നെ നമ്മൾ വൃന്ദ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു. വൃന്ദ നെയിമിന്റെ പ്ലേസിൽ വൃന്ദ എന്ന് വരും. സേ ബൈ എന്ന് പറഞ്ഞ കോൾ ബാക്ക്. അപ്പൊ ഇതിനകത്ത് സേ ബൈ എന്ന് പറയുന്ന ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഹലോ നെയിം എന്ന് പറഞ്ഞ് കൺസോളിനകത്ത് പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് കോൾ ബാക്കിനകത്ത് എന്താണ് സേ ബൈ കോളിംഗ് ദ കോൾ ബാക്ക് ഫംഗ്ഷൻ. കോൾ ബാക്ക് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു. അപ്പൊ വേറെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിട്ട് വേറെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള വാല്യൂ എന്താണ് സേ ബൈനെ കോൾ ചെയ്യുന്നു. കൺസോൾ ഡോട്ട് ലോഗ് ഗുഡ് ബൈ എന്ന് പറഞ്ഞ വാല്യൂനെ പാസ് ചെയ്യുന്നു.
ഗുഡ് ബൈ എന്ന് വന്നിട്ട് ഹലോ വൃന്ദ ഗുഡ് ബൈ എന്ന് വന്നിട്ട് എഴുതുന്നു. അതാണ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞത്. ദെൻ എക്സിക്യൂട്ട്സ് ദ കോൾ ബാക്ക് പ്രിന്റ്സ് ഗുഡ് ബൈ. ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കോൾ ബാക്ക് എന്ന് പറയുന്നത്. കോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. വേറെ ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. എന്നിട്ട് ആൻഡ് ഈസ് എക്സിക്യൂട്ട് ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ. അതായത് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിട്ട് എന്താണ് ആ ഫംഗ്ഷൻ പാസ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ഫംഗ്ഷന്റെ ഉള്ളില് ടു അനദർ ഫംഗ്ഷൻ ഈസ് എക്സിക്യൂട്ട് ലേറ്റർ ഇൻസൈഡ്. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്നിട്ട് ആ ഫംഗ്ഷൻ ആ കോൾ ബാക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിന്റെ കോഡ് റൺ ചെയ്തിട്ട് തിരിച്ച് ഇതിനകത്തേട്ട് റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് കൺസോൾ ഡോട്ട് ലോഗ് ഗുഡ് ബൈ എന്ന് വന്നിട്ട് അതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന റേറ്റ് ആ ഫംഗ്ഷന്റെ ഉള്ളിൽ റൺ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും വരുന്നത്. കോൾ ബാക്ക് ഫംഗ്ഷൻ വരെ ഉള്ളത് 10 ടൈപ്പാണ് നമ്മൾ നോക്കിയത്. കോൾ ബാക്ക് ഫംഗ്ഷൻ വരെ